ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടുതുടങ്ങി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് സിംഗർ പ്രോമിസിൻ്റെ ഫാഷൻ മേക്കർ മെഷീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്നും ഓയിൽ കൊടുക്കണമെന്നും കാണാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓയിൽ ക്യാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ മെഷീൻ്റെ ഓയിൽ തന്നെ എടുക്കുക. പുറമേ കാണുന്ന വേറെ ഓയിലൊന്നും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മണ്ണെണ്ണയും വെളിച്ചെണ്ണയും മിക്സ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഓയിലൊന്നും ഇതിൽ കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. മെഷീൻ കേടുവരാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലത്തെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബനിയൻ ക്ലോത്ത് വെച്ചിട്ട് മെഷീൻ്റെ പുറമേ ഉള്ള പൊടികളൊക്കെ തുടച്ചെടുക്കാം കേട്ടോ. ഇനി അച്ഛനുണ്ട ക്ലീൻ ചെയ്യുന്നത് ഉള്ളിലത്തെ ഭാഗങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ബോബിനിരിക്കുന്ന ഭാഗം ക്ലീൻ ചെയ്യുക. അവിടെ 2 ക്ലിപ്പുകളുണ്ട് ബ്ലാക്ക് കളർ. അതൊന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ 2 ഭാഗങ്ങൾ ഊരിക്കിട്ടു കേട്ടോ നമുക്ക്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഊരിയെടുത്തിട്ട് അത് ആദ്യം തന്നെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഉള്ളിലുള്ള പൊടികളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കളയാം കേട്ടോ. അപ്പോൾ ഈ മെഷീൻ ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഈ മെഷീൻ മേടിച്ചിട്ട് 2 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. അന്ന് മുതലുള്ള പൊടികൾ ഇതിനകത്ത് കാണാൻ പറ്റൂ കേട്ടോ. പിന്നെ നെറ്റിപ്പട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരുപാട് പൊടി ഇതിനകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രഷൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് എടുക്കണില്ല കേട്ടോ ഞാൻ. പകരം ഞാൻ 2 ബഡ്സ് എടുത്തിട്ടാണ് ക്ലീൻ ചെയ്യാനായിട്ട്. 2 അല്ല അതിൽ കൂടുതൽ ബഡ്സ് എടുക്കേണ്ടി വന്നു. അതിന് അത്രമാത്രം പൊടി ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. അപ്പോൾ ഓരോ മൂലകളിൽ നിന്നും ഒക്കെ പൊടിയൊക്കെ എടുത്ത് വൃത്തിയാക്കി എടുക്കാം കേട്ടോ നമുക്ക്. ഒരുപാട് പൊടി ഉണ്ട് കേട്ടോ. നിറച്ച് പൊടി നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓരോരോ ഭാഗങ്ങളിൽ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടാണ് ഞാനിവിടെ ക്ലീൻ ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ ബഡ്സിന് ശേഷം ഞാൻ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഉള്ളിൽ പഞ്ഞി കെട്ടി വെച്ചിട്ട് അതിനകത്ത് ഇട്ടിട്ട് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വലിയൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ക്ലീൻ ചെയ്തപ്പോൾ കുറേ പൊടികൾ കിട്ടിയിട്ടാ. അപ്പോൾ നമ്മൾ മെഷീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബ്രഷ് തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പൊടിയുണ്ട് ഇതിനകത്ത്. അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പുറമേ ഉള്ളത് ഒരു ബനിയൻ ക്ലോത്ത് വെച്ച് തുടച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ബോബിൻ്റെ ഭാഗം ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത്. ബോബിൻ്റെ അവിടെ 2 ക്ലിപ്പ് ഉണ്ടായിരുന്നു. അത് പതുക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ 2 ഭാഗങ്ങൾ നമുക്ക് ഊരിക്കിട്ടു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അതൊന്ന് പ്രസ് ചെയ്ത് ഇത് ഇരിക്കുകയായിരിക്കും. അതൊന്ന് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഊരിക്കിട്ടു കേട്ടോ. അതുപോലെയാണ് ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തത്. അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് വീൽ വെച്ചിട്ടൊന്ന് പൊന്തിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ സൂചിയുടെ ഭാഗത്തുള്ള പൊടികളൊക്കെ പോയി കിട്ടും കേട്ടോ. നമ്മൾ അവിടെയും ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും പൊടികളുണ്ട്. അതിനും കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വീഡിയോനകത്ത് ഞാൻ കുറച്ചേ കാണിക്കണുള്ളൂ. അത് കുറേ നാളായി ഇത് മേടിച്ചേ പിന്നെ ക്ലീൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത്. ആദ്യം എനിക്കറിയില്ലായിരുന്നു ഈ മെഷീൻ ക്ലീൻ ചെയ്യണമെന്നും ഓയിൽ കൊടുക്കണം എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് കണ്ടുപിടിച്ചത് ഇതൊക്കെ ക്ലീൻ ചെയ്യണമെന്നും ഓയിൽ കൊടുക്കണം എന്നൊക്കെ. അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ എല്ലാവരും നമുക്ക് ഇതുപോലെ പൊടികളൊക്കെ പതുക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ എന്തോരം പൊടിയുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റൂല. മെഷീൻ ഓരോ 2 ആഴ്ച കൂടുമ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയാണ് ഉപയോഗിക്കുന്നവർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് അടിക്കാനൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ ആദ്യം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നിരുന്നു. അപ്പോഴാണ് ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്യാമെന്ന് മനസ്സിലായത്. അപ്പോൾ ഇതുപോലെ പതുക്കെ എല്ലാ സാധനങ്ങളും ഞാൻ ക്ലീൻ ചെയ്തെടുക്കേണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലുള്ള ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ. ആ പ്ലേറ്റിൻ്റെ അവിടെ 2 സ്ക്രൂകളുണ്ട്. അത് അഴിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രഷർ ഫുഡ് വെക്കുന്ന ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും നന്നായിട്ട്. അവിടെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള പൊടികളൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ആ ഭാഗം എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഉപകരണം നമ്മൾക്ക് മെഷീൻ തന്നെ തന്നിട്ടുണ്ട്. അത് എടുക്കണില്ല കേട്ടോ. ഞാനൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ടാണ് സ്ക്രൂ ഒക്കെ ഊരി എടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ആ പ്ലേറ്റ് മാറ്റിയതിന് ശേഷം അവിടുത്തെ പൊടികളൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെയും ഒരുപാട് പൊടിയുണ്ട് കേട്ടോ. നെറ്റിപ്പട്ടം ഉണ്ടാക്കിയതിൻ്റെ പൊടികളാണ് കൂടുതലുള്ളത്. ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറേ പൊടികൾ കട്ട കുത്തി ഇരിക്കുകയാണ് കേട്ടോ. അതൊക്കെ നന്നായിട്ട് ആ സ്ക്രൂ ഡ്രൈവറിൻ്റെ മോനഭാഗം ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ബാക്കി ഭാഗങ്ങളൊക്കെ ബഡ്സ് വെച്ചിട്ടും മറ്റേ പെയിൻറ്റിൻ്റെ ബ്രഷ് വെച്ചിട്ട് കാണിക്കേണ്ടായില്ല. അത് വെച്ചിട്ടും ചെയ്ത് പൊടിയൊക്കെ തട്ടിയെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ചെറിയൊരു ബ്രഷ് മെഷീനകത്ത് തന്നിട്ടുണ്ടല്ലോ. അത് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ക്ലീൻ ചെയ്ത് എടുക്കാം കേട്ടോ. അതെൻ്റെ ഒന്ന് കാണാതായി പോയി. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുക്കണേ കേട്ടോ.
ഇവിടുത്തെ പൊടികൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് തുണി വെച്ച് തുടയ്ക്കുക. അതുപോലെ തന്നെ ബ്രഷ് എടുത്ത് തട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് പൊടികളൊക്കെ പോയിട്ടുണ്ടാവും. ഇനി നമുക്കത് അടച്ചു വയ്ക്കാം കേട്ടോ. അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഓയിൽ കൊടുക്കാം കേട്ടോ. അടയ്ക്കണേക്കാട്ടും മുമ്പ് ആ ഭാഗത്ത് ഓയിൽ കൊടുക്കുക. അതിന് ശേഷം അടിഭാഗത്ത് എവിടെയൊക്കെയാണോ നമ്മൾ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് എവിടേക്കാണ് ഹോളുള്ളത്, സ്ക്രൂ ഉള്ള ഭാഗങ്ങൾ, അവിടെയൊക്കെ നമ്മളുടെ ഉചിതം പോലെ നമ്മൾക്ക് ഓയിൽ കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഓയിൽ കൊടുക്കുന്ന ഭാഗങ്ങൾ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഹോളുകൾ ഉണ്ടാവും ചെറുതായിട്ടൊക്കെ ഉള്ളത്, അതിലൊക്കെ കൊടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ആ സ്ക്രൂവിൻ്റെ അവിടെയൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് വീല് തിരിച്ച് നോക്കുമ്പോൾ മിഷീൻ്റെ ഭാഗങ്ങൾ അനങ്ങണത് കാണാം കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ദേ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ കൊടുക്കേണ്ട. അപ്പോൾ എവിടെയൊക്കെയാണ് ഓയിൽ കൊടുക്കേണ്ടതെന്ന് നോക്കിയിട്ട് ഓയിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ രണ്ട് ഭാഗങ്ങളും കഴിഞ്ഞതിന് ശേഷം മുകളിൽ ഒരു ഭാഗമുണ്ട് കേട്ടോ. മുകളിൽ ബാക്ക് സൈഡിൽ 2 വലിയ സ്ക്രൂകൾ ഉള്ളിലേക്കുണ്ട്. ആ സ്ക്രൂ ഊരിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ഭാഗം ഊരാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കറക്റ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഊരിയിട്ട് ക്ലീൻ ചെയ്യട്ടെ. അതിനകത്തും കുറേ പൊടികളുണ്ടാവും. നമ്മൾ എത്രത്തോളം തയ്ച്ചിട്ടുണ്ട് അതിൻ്റെ നൂലിൻ്റെ അവശിഷ്ടങ്ങളായിരിക്കും ഇതിലിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇവിടേക്ക് ഓയിൽ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്ത് സ്ക്രൂ ഒക്കെ ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് മുകളിലത്തെ ഭാഗത്തേക്ക് പോവാം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ക്രൂകൾ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മുകളിലത്തെ സ്ക്രൂ ലൂസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം ഫ്രണ്ടിലേക്കുള്ള ദൂരം കിട്ടും കേട്ടോ. ബാക്ക് സൈഡ് തന്നെ പിടിച്ചെടുക്കരുത്, ഫ്രണ്ടിലത്തെ ഭാഗം ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം ഒന്ന് നമുക്ക് ഹാൻഡ് വീൽ വെച്ചിട്ട് തിരിച്ച് നോക്കാം, അല്ലെങ്കിൽ പവർ ഓൺ ചെയ്തിട്ട് നമുക്കൊന്ന് ആക്കി നോക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാവരും കഴിഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്രൂ ഒക്കെ ഇട്ട് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് മെഷീൻ ഒന്ന് പഴയ പോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു തുണിയിൽ ചെയ്തെടുക്കാം കേട്ടോ. നേരിട്ട് നമ്മൾ പുതിയ ക്ലോത്തിനകത്ത് സ്റ്റിച്ച് ചെയ്യരുത്. നമ്മൾ അതിൽ വെച്ച എണ്ണയൊക്കെ അതിനകത്തേക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം 1-2 വട്ടം ഏതെങ്കിലും ഒരു തുണിയിൽ അടിച്ചതിന് ശേഷം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ കറക്റ്റ് സ്റ്റിച്ചായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, മെഷീന് നന്നായിട്ട് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനും ഓയിൽ കൊടുക്കാവുന്നുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.